ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനാധിപത്യത്തിന്റെ ഉത്സവമായി മാറി വോട്ടെടുപ്പ്. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെടുപ്പിനിടെ ജില്ലയിൽ പലയിടത്തും തർക്കം. കണിമംഗലം ബോധാനന്ദ സ്കൂളിലെ ബൂത്തിൽ വിരലിൽ പ്ലാസ്റ്ററിട്ട യുവതിയെ വോട്ട് ചെയ്യിപ്പിക്കാത്തത് തർക്കത്തിനിടയാക്കി. വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപിച്ച് BJP പ്രതിഷേധിച്ചു. കണ്ടശാംകടവിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ കയ്യേറ്റം ചെയ്തതായി പരാതി. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കഴിഞ്ഞ തവണത്തെ വിജയം ജില്ലയിൽ ആവർത്തിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ. ജില്ലയിൽ UDF അട്ടിമറി വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പണിമുടക്കി വോട്ടിംഗ് യന്ത്രങ്ങൾ. യന്ത്രങ്ങൾ പാതിവഴിയിൽ നിലച്ചത് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ വലച്ചു. ചേർപ്പ് വെങ്ങിടിശ്ശേരിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ചു. സംഭവത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ സുഹൃത്ത് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കനത്ത പോളിംഗിനിടെ കേരളം വിധിയെഴുതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടത്തിൽ ജില്ലയിൽ 77.06% പോളിംഗ് രേഖപ്പെടുത്തി. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ചാണ് വോട്ടർമാർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇനി 25 നാൾ മുന്നണികൾക്ക് കാത്തിരിപ്പിന്റെ നാളുകളാണ്. വടക്കാഞ്ചേരി, കണ്ടശാംകടവ് എന്നിവിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. പല ബൂത്തുകളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് വോട്ടർമാരെ വലച്ചു. സമയപരിധി പൂർത്തിയായിട്ടും പല ബൂത്തുകളിലും നീണ്ട നിര അനുഭവപ്പെട്ടു. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ചേലക്കര 78.79, കുന്നംകുളം 76.63, ഗുരുവായൂർ 72.78, മണലൂർ 75.89, വടക്കാഞ്ചേരി 79.53, ഒല്ലൂർ 79.60, തൃശൂർ 75.68, നാട്ടിക 76.37, കയ്പമംഗലം 76.69, ഇരിഞ്ഞാലക്കുട 76.72, പുതുക്കാട് 78.8, ചാലക്കുടി 75.22, കൊടുങ്ങല്ലൂർ 77.56 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. വോട്ടെല്ലാം യന്ത്രത്തിൽ ഭദ്രമായതോടെ മുന്നണി ക്യാമ്പുകളിൽ കൂട്ടലും കിഴിക്കലും തകൃതി. 10 സീറ്റ് വരെ നേടുമെന്നാണ് LDF വിലയിരുത്തൽ. 7 മുതൽ 9 സീറ്റ് വരെയെന്ന UDF കേന്ദ്രങ്ങളും പറയുന്നു. തൃശൂർ മണ്ഡലത്തിൽ താമര വിരിയുമെന്ന് NDAയും ഉറപ്പിക്കുന്നു. തൃശൂരും മണലൂരും ചാലക്കുടിയും ഒഴികെയുള്ള മണ്ഡലങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ടെന്നാണ് LDF കണക്കെടുപ്പ്. ഈ 3 മണ്ഡലങ്ങൾ പ്രവചനാതീതമാണെന്നും ഇടതു കേന്ദ്രങ്ങൾ പറയുന്നു. എന്നാൽ ഈ 3-നൊപ്പം കൊടുങ്ങല്ലൂരും വടക്കാഞ്ചേരിയും കൂടി UDFന്റെ ഉറപ്പുള്ള ലിസ്റ്റിലുണ്ട്. ഒല്ലൂരിൽ അട്ടിമറി ഉണ്ടാകുമെന്നും നാട്ടികയിൽ CC മുകുന്ദൻ ഫാക്ടർ പ്രവർത്തിച്ചാൽ മണ്ഡലം കൂടെ പോരുമെന്നും നേതൃത്വത്തിന് ആത്മവിശ്വാസം. ഗുരുവായൂരിലും UDF പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. പുതുക്കാട് സിറ്റിംഗ് MLAക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. തൃശൂർ മണ്ഡലത്തിലാണ് BJPയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം. മണലൂരാണ് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച മറ്റൊരു മണ്ഡലം. പുതുക്കാടും BJP വോട്ടിലെ നേട്ടം പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പരമാവധി പ്രചാരം നൽകാൻ കഴിഞ്ഞത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് LDF നേതൃത്വം കരുതുന്നു. സിറ്റിംഗ് MLAമാരെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും രംഗത്തിറക്കിയത് ഗുണം ചെയ്തു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം വൈകിയതും നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങളും ജനങ്ങൾക്കിടയിൽ അവരോട് മടുപ്പുളവാക്കി. വയനാട് ഫണ്ട് വിവാദം ജില്ലയിലും UDFനെ ബാധിച്ചു. BJP നേതാക്കളുടെ പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ LDFനോട് അടുപ്പിച്ചു. സംഘടനാപരമായി നേരത്തെ നടത്തിയ മുന്നൊരുക്കങ്ങളിലും പോളിംഗ് ദിനത്തിൽ തങ്ങളുടെ വോട്ടർമാരെ പരമാവധി ബൂത്തിലെത്തിക്കുന്നതിലും
ഏറെ മുന്നിലെത്തി. ഇങ്ങനെ പോകുന്നു ഇടതുമുന്നണിയുടെ വിലയിരുത്തലുകൾ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ വോട്ടർമാരുടെ പ്രതികരണത്തിൽ ആശങ്കയുമുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ വേലിയേറ്റമാണ് 13 മണ്ഡലങ്ങളിലും ദൃശ്യമായതെന്ന് UDF നേതാക്കൾ പറയുന്നു. ഓരോ മണ്ഡലത്തിലെയും വികസന പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുള്ള പ്രചരണം ഗുണം ചെയ്തുവെന്നാണ് കണക്കുകൂട്ടൽ. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അക്കാര്യത്തിൽ ഭരണതലത്തിലെ വീഴ്ചകളും അഴിമതിയും ആരോപിക്കപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതും പ്രളയം നാശം വിതച്ച മണ്ഡലങ്ങളിൽ സജീവ ചർച്ചയാക്കാൻ UDF ശ്രമിച്ചിരുന്നു. 5 ഗ്യാരണ്ടി പ്രഖ്യാപനം വോട്ടർമാരെ സ്വാധീനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനെതിരായ ശക്തമായ ജനവികാരം നിലനിൽക്കുന്നു. FCRA അടക്കമുള്ള കേന്ദ്ര സർക്കാർ നടപടികളോടുള്ള പ്രതിഷേധം ക്രൈസ്തവ വോട്ടുകൾ UDFന് അനുകൂലമാക്കി. BJP CPM ഡീൽ ആരോപണത്തിന് മൂർച്ച കൂട്ടിയത് ന്യൂനപക്ഷ വോട്ടുകൾ കൈവിടാതെ കാത്തു തുടങ്ങിയവയാണ് UDF അനുകൂലമായി കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കാൻ NDA സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണമെന്ന പ്രചരണം ഗുണം ചെയ്തുവെന്നാണ് BJP വിലയിരുത്തൽ. ഇരു മുന്നണികളെയും മടുത്ത വലിയ വിഭാഗം വോട്ടർമാരുണ്ടെന്നും BJP കരുതുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചതുപോലുള്ള മുന്നേറ്റം ഉണ്ടാകില്ലെങ്കിലും കരുത്തറിയിക്കുന്ന പ്രകടനം ഉറപ്പെന്ന് നേതൃത്വം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുണച്ച ക്രൈസ്തവ വോട്ടുകൾ കൈവിട്ടു പോയിട്ടില്ല. സാമുദായികമായി BJPക്ക് അനുകൂലമായ ധ്രുവീകരണമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി നടത്തിയ പ്രചരണം ഗുണം ചെയ്തു. ഇങ്ങനെ പോകുന്നു അന്തിമ ചർച്ചകൾ. എന്തായാലും കൂട്ടലിനും കിഴിക്കലിനും ഇനിയും ഏറെ സമയമുണ്ട്. ആ രാഷ്ട്രീയ ഗണിതശാസ്ത്രത്തിൽ ആരുടെ കണക്ക് തെറ്റുമെന്ന് കണ്ടുതന്നെ അറിയണം. തൃശൂരിൽ നിന്നും KB ലിബീഷ്, TCV. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെ പോളിംഗ് ബൂത്തിന് മുന്നിൽ NDA സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. വോട്ട് രേഖപ്പെടുത്താനെത്തിയ വോട്ടറുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെയും BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിലെത്തിയ കുമ്പളങ്ങാട് സ്വദേശി സജീവന്റെ വോട്ട് നേരത്തെ പോസ്റ്റൽ വോട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ താൻ വോട്ട് ചെയ്തിട്ടില്ലെന്ന് സജീവൻ വ്യക്തമാക്കിയതോടെ NDA പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. വോട്ടിംഗിൽ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് വോട്ടെടുപ്പ് നിർത്തിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസും BJP പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത്. തൃശൂർ കണ്ടശാംകടവ് കോൺവെന്റ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയ മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന് നേരെ കയ്യേറ്റ ശ്രമം നടന്നതായി പരാതി. പോളിംഗ് ബൂത്തിലെത്തിയ TN പ്രതാപന് യാതൊരു പ്രകോപനവുമില്ലാതെ BJPയുടെ ബൂത്ത് ഏജന്റ് കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് UDF മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ ആരോപിച്ചു. ആ തടയുന്ന ഭാഗം നോക്കി നിൽക്കാൻ പോലീസ് തയ്യാറാവുകയാണ് ഞങ്ങൾക്ക് ആമോഷം. ഇത് RSSന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. തോലിൽ മുന്നിൽ കണ്ടുകൊണ്ട് RSS സംഘപരിവാർ ശക്തികൾ ഐക്യജനാധിപത്യ മുന്നിൽ പ്രവർത്തകർക്ക് നേരെ മാത്രമല്ല സ്ഥാനാർത്ഥികൾക്ക് നേരെയും അക്രമം അഴിച്ചുകൂടിയാണ്. ഇത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിശക്തമായി ഞങ്ങൾ പോരാടും. അതിശക്തമായി ഇതിനെ ഞങ്ങൾ നേരിടും. എന്ത് വില കൊടുത്തും RSSന്റെയും സംഘപരിവാറിന്റെയും ഈ ദുഷ്പ്രവൃത്തികൾക്കെതിരെയും ഈ കയ്യേറ്റങ്ങൾക്കെതിരെയും അതിനെ സഹായിക്കുന്ന പോലീസിനെതിരെയുള്ള ശക്തമായ പോരാട്ടം. അതേസമയം സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് കയറാനുള്ള അവകാശമുള്ളത് എന്നും എന്നാൽ UDF സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന ചിലർ പോളിംഗ് ബൂത്തിലേക്ക് കയറിയത് ചോദ്യം ചെയ്തപ്പോൾ BJP പ്രവർത്തകനെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് മണലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ പറഞ്ഞു. ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാറുണ്ടായിട്ടുള്ളത്. മർദ്ദിച്ചവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്, അല്ലാതെ മർദ്ദിക്കപ്പെട്ട ആളെ ഇല്ല കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. അപ്പം നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇവിടെ പ്രകടിപ്പിച്ചത്. പോലീസ് പക്ഷപാതപരമായിട്ട് വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. പോലീസ് പക്ഷം പിടിക്കാൻ പാടില്ല. നിഷ്പക്ഷമായിട്ടുള്ള നീതി നടപ്പാക്കേണ്ടവരാണ് പോലീസ്. ഇവിടെ ഒരാൾ കണ്ടശാംകടവ് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. BJPയുടെ ബൂത്ത് ഏജന്റ് പ്രകാശൻ എന്നയാളെയാണ് TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചുവെന്ന BJPയുടെ പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് തൃശൂരിൽ കൊണ്ടുവന്നത്. പരിശോധനയ്ക്ക് ശേഷം ഇയാളെ അന്തിക്കാട് പോലീസ് തിരികെ കൊണ്ടുപോയി. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പരാജയ ഭീതിയാണ് BJP പ്രവർത്തകർക്കെതിരെയുള്ള കയ്യേറ്റമെന്നും ഇത് തീക്കൊള്ളികൊണ്ട് തലചുറിയലാണെന്നും BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് TCVയോട് പറഞ്ഞു. മണലൂരിൽ കുറച്ച് ദിവസങ്ങളായി TN പ്രതാപനും ഗുണ്ടകളും കൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ചില നുണപ്രചരണങ്ങൾ മണ്ഡലത്തിൽ ഉടനീളം പ്രചരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പരാജയഭീതി കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്.
പക്ഷേ ഇതിനൊക്കെ നിലയ്ക്ക് നിർത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. കൃത്യമായിട്ട് ഇതിലൊക്കെ ഇടപെടലുകൾ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാവും. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി അത് ബോധ്യപ്പെടും. ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ശ്രീ സുരേഷ് ഗോപി MP വിജയിച്ചിട്ടുള്ള ഒരുപാട് മണ്ഡലങ്ങൾ, ഏകദേശം 6ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം നല്ല മത്സരം നടക്കുകയാണ്. ഇവിടെയെല്ലാം വിജയിക്കുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ നല്ല രീതിയിൽ ഉയരുന്നു. നല്ല ബഹുജന ജനങ്ങളുടെ പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ തികച്ചും വലിയ വിജയപ്രതീക്ഷയിലാണ്. പ്രതീക്ഷയിലാണ്. നിരവധി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം ഉണ്ടാവും. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fitting, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Tulips, every beauty solution under a single umbrella. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്? നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ BJP ഘടകമായി മാറും. ജനങ്ങളോട് ചെയ്ത ദ്രോഹത്തിന് ചോദിക്കാൻ ആളുണ്ടാകും. ശോഭയെപ്പോലെയുള്ളവരുടെ മുന്നേറ്റം തടയാൻ ചിലർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അത്തരം ചെപ്പടി വിദ്യ ഒന്നും ഇവിടെ വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ വിജയം ജില്ലയിൽ ആവർത്തിക്കുമെന്നും തികഞ്ഞ ആത്മവിശ്വാസമാണ് LDFിനുള്ളത് എന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് ഇന്നത്തെ വോട്ടിങ്ങിൻ്റെ നിലവാരവും പ്രതീക്ഷകളും ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാം. തൃശ്ശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായി നിലനിർത്തും. ഇതാണ് ഞങ്ങൾക്ക് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. പോളിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇപ്പോൾ കുറേ കൂടി അപ്ഡേറ്റഡ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ CPIM 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഞങ്ങൾ മത്സരിക്കുന്ന 7 മണ്ഡലങ്ങളിലും
നല്ല വിജയ സാധ്യതയും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ താഴെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംഘടനാ സംവിധാനം നല്ലതുപോലെ ചലിച്ചിട്ടുണ്ട്. LDF അതിലെ കക്ഷികളുടെ പരസ്പര ബന്ധവും ഇടപെടലും വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ നിലയിൽ എന്തുകൊണ്ടും LDFന് തുടർ ഭരണം ലഭ്യമാക്കാൻ കഴിയുന്ന അത്ര എണ്ണം ഈ ജില്ലയിൽ നിന്ന് ഏറ്റവും മാക്സിമം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മുൻതവണത്തേക്കാൾ വ്യത്യസ്തമായി ഇത്തവണ സാരി കൊടുക്കൽ വിവാദം, അതുപോലെ കിറ്റ് കൊടുക്കൽ, പിന്നെ പണം കൊടുക്കൽ, അങ്ങനെ പല നിലയ്ക്കും വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു പുതിയ പ്രവണത ഇവിടെ ഉടലെടുത്തിരിക്കുന്നു. നോർത്ത് ഇന്ത്യയെ പോലെ തന്നെ ഇത്തരം സമീപനങ്ങളെ എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണി നോക്കിക്കാണുന്നത്? നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അപഹസിക്കുന്ന ഒരു കാര്യമാണ് പണം കൊടുത്ത് വോട്ട് വാങ്ങുക, സാരി കൊടുത്ത് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങുക. ഇത് ജനങ്ങളെ, ജനാധിപത്യ വ്യവസ്ഥയെ എല്ലാം അപഹസിക്കുന്ന നമുക്ക് അന്യമായൊരു രീതിയാണ്. പക്ഷേ ഇത്തരത്തിൽ വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായും അസ്ഥാനത്താകും എന്നാണ് ഞങ്ങളുടെ കൃത്യമായ നിരീക്ഷണം. കാരണം മലയാളികൾ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിനെ കഴിഞ്ഞ 10 വർഷം നേരിട്ട് അനുഭവിച്ച ജനങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നക്കാപ്പിച്ച തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം കൊണ്ടുപോയി കൊടുത്താൽ തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് അങ്ങനെ തകിടം അറിയില്ല. കാരണം അവരെ മുന്നിൽ വന്നിട്ടുള്ള ദേശീയപാതയും റോഡുകളും സംസ്ഥാന പാതയും സ്കൂളും ആശുപത്രികളും ഒക്കെയുണ്ട്. ഓരോ വീടുകളിലേക്കും എത്തുന്ന സർക്കാരിൻ്റെ വെൽഫെയർ സ്കീമുകളുണ്ട്, സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെയുള്ള പദ്ധതികളുണ്ട്. അപ്പം അതുകൊണ്ട് അതിനെ ഒന്നും തകിടം മറിക്കാനായിട്ട് കഴിയുകയില്ല. അതുപോലെ വളരെ ഏകപക്ഷീയമായി നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള മതസൗഹാർദ്ദത്തെയും ഐക്യത്തെയും തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ BJPയുടെ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പം അതൊക്കെ വളരെ ഗൗരവപൂർവ്വം കാണാനും അതിനെതിരായി ചിന്തിക്കാനും പ്രാപ്തിയുള്ളവരാണ് മലയാളി വോട്ടർമാർ, തൃശ്ശൂർ ജില്ലയിലെ വോട്ടർമാർ എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഉണ്ടാവുക. ഇന്ന് ആ തരത്തിൽ ഞങ്ങളുടെ സംഘടനാ മിഷനറി കഴിഞ്ഞ 1 മാസമായി എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിച്ച ഞങ്ങളുടെ സംഘടനാ മിഷനറി പൂർണ്ണമായും ജില്ലയിലെമ്പാടും പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇത്തരം അനാശാസ്യ പ്രവണതകളുണ്ടാകുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ സത്വര നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതേപ്പറ്റി എന്താണ് അഭിപ്രായം? അത് ശരിയാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം, ഒരു ടവർ പോലെ പ്രവർത്തിപ്പിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ എന്താ കാണുന്നത്? ഇപ്പോൾ ഏറ്റവും മ്ലേച്ഛമായ നിലയിൽ നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ ലംഘിച്ച നടപടികൾ ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ വേണ്ടത്ര ചലിക്കുന്നില്ല. ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ്റെ ഏറ്റവും തെറ്റായ ഒരു പ്രസ്താവന വന്നു. എന്താ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാട്? പലയിടങ്ങളിലും അനധികൃതമായി വിതരണം ചെയ്യാൻ ഇട്ടിരുന്ന കിറ്റുകൾ പിടികൂടി. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വളരെ പക്ഷപാതപരവും പല ഘട്ടങ്ങളിലും ഇനാക്റ്റീവുമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് തീർച്ചയായും പ്രതിഷേധാർഹമാണ്. ഏതായാലും ജനങ്ങളിതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനഭിലഷണീയമാണ് എന്നവർ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിലപാടുകൾക്കെതിരായി കൂടി ജനങ്ങൾ വോട്ടിങ്ങിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഉന്നതമായ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ മുന്നണി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ UDF അട്ടിമറി വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റിൻ്റെ അടുത്താണ്. കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം നമ്മോടിപ്പോൾ. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ഒരു അട്ടിമറി വിജയം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിലുണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് ഓരോ MLAമാരാണ് ലഭിച്ചിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന് ഗുണകരമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും ആ ഘടകങ്ങളൊക്കെ ഈ പ്രാവശ്യം UDFന് അനുകൂലമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് UDFൻ്റെ വലിയ തിരിച്ചുവരവ് പറയുമ്പോഴും
ജില്ലയെ സംബന്ധിച്ച് പിന്നെ പറയുന്നവരൊക്കെ പ്രവചിക്കുന്നവർ അത്ര വലിയൊരു വിജയമല്ല. പക്ഷേ ആ പ്രവചനങ്ങളെ മുഴുവൻ തെറ്റിക്കും വലിയൊരു വിജയം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ട്. ജില്ലയിൽ എത്ര സീറ്റുകൾ നേടാനാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ? ഞാനങ്ങനെ ഒരു നമ്പറായിട്ട് പറയുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അട്ടിമറി വിജയമുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് ചാലക്കുടി ആയാലും അതുപോലെ ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, മണലൂർ, ഗുരുവായൂർ എന്ന് വേണ്ട അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ആശങ്കകളില്ലാത്ത നിരവധി സീറ്റുകളാണ്. പിന്നെ കുന്നംകുളവും അതുപോലെ തന്നെ കയ്പമംഗലവും പുതുക്കാടും ഒക്കെ മിറാക്കിൾസാണ്. അവിടെയൊക്കെ ചില ഘടകങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി മാറിയാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ചെറുപ്പക്കാരൻ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അതുമാത്രമല്ല അവിടെ അനുകൂലമായ പല സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. വടക്കാഞ്ചേരിയും അതേ രീതിയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന വൈശാഖാണ്. അതൊക്കെ ഞങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് മാത്രമല്ല പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു വലിയ റിസൾട്ടല്ലേ. നമുക്ക് കോർപ്പറേഷൻ കിട്ടിയത് മാത്രമല്ല 39 പഞ്ചായത്തുകൾ, പിന്നെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലെ വോട്ടിൻ്റെ കണക്കെടുത്താൽ ഞങ്ങൾക്ക് 53 പഞ്ചായത്തിൽ ഞങ്ങൾക്കാണ് മേധാവിത്വം 86-ൽ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിൻ്റെ തേരിലേറിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ വിജയം ലഭിക്കും. സാധാരണയിൽ വിട്ട് ഇത്തവണ കിറ്റ് വിവാദം, സാരി വിവാദം, അതുപോലെ രൂപ കൊടുക്കുന്ന വിവാദം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. ഇത് UDF-നെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രതിഫലിക്കുക? ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ വലിയ ആശങ്കയുണ്ട്. കാരണം ഒരു വ്യത്യസ്തമായൊരു സംസ്കാരമാണ് BJP കൊണ്ടുവന്നത്. ഇതിനൊക്കെ വോട്ടിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിലേ ഇല്ല. അതൊരു നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ, നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു സംസ്കാരമാണ്. അതിൻ്റെ പേരിലൊന്നും ഇപ്പോൾ തൃശ്ശൂരിലാണ് 2 സ്ഥലത്ത് കിറ്റ് പിടിച്ചത്, അതുപോലെ വാടാനപ്പള്ളി, മണലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഇതുകൊണ്ടൊന്നും ജനാധിപത്യ കേരളത്തിൻ്റെ മനസ്സിനെ അട്ടിമറിക്കാൻ BJPക്ക് ആവില്ല. വോട്ടർമാരൊന്നും ഇത്തരം കാര്യങ്ങൾ കാണിച്ചാൽ അതിൽ പെട്ടുപോകുന്നവരല്ല. ഇവർ ജനാധിപത്യ ബോധ്യമുള്ളവരാണ്, മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ നീക്കം BJPക്ക് വൻ തിരിച്ചടിയാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ ഇന്ന് മണലൂരിൽ ഒരു അക്രമമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഉണ്ടായി. ഈ അക്രമത്തിൻ്റെ പാതയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുന്നു എന്നൊരു ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേപ്പറ്റി എന്താണ്? ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനല്ലേ. ഇലക്ഷൻ കമ്മീഷൻ സത്വര നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വാടാനപ്പള്ളി കിറ്റ് പിടിച്ചു, മണലൂരിൽ കിറ്റ് പിടിച്ചു, കാച്ചേരിയിൽ കിറ്റ് പിടിച്ചു, ഇവിടെയൊക്കെ ഒരു സത്വര നടപടി, നീതിപൂർവമായ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇതിന് മുതിരില്ല. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ്. പോലീസ്, ആ ചിത്രം കണ്ടാൽ അറിയാലോ, പോലീസ് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന പോലീസിനെ ചട്ടുകമാക്കിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം ഉപയോഗിച്ച് പോലീസിനെ വരുതിയിലാക്കിയിരിക്കുന്നു. അവർ പറയുന്ന പോലെ ചെയ്യണം. ഒരു മുൻ MP, 3 പ്രാവശ്യം MLA ഇനി ഇതൊക്കെ മാറ്റിവെക്കുക. മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ, അദ്ദേഹത്തെ തടയുക പരസ്യമായി. അതിൻ്റെ ഉള്ളിലുള്ള പ്രിസൈഡിങ് ഓഫീസറോ ആരും തന്നെ അതിൽ ഇടപെടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ അപകടകരമായ ഒരു രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സംവിധാനം പോയി എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് ഇത്തരത്തിലുള്ള ആ ഒരു അക്രമമൊക്കെ ഉണ്ടാക്കിയാൽ വലിയ ലക്ഷ്യമാണ്. കണ്ടശാങ്കടവാണ് മേഖല. അവിടെ പോൾ ചെയ്യുന്ന വോട്ടിൽ 60 to 70% കോൺഗ്രസ് വോട്ടേഴ്സാണ്. ആ വോട്ട് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വോട്ട് ചെയ്യാൻ വരില്ലല്ലോ, സ്വാഭാവികമല്ലേ. ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നാൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ പിന്നെ അതിന് പോവില്ല. അതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്ഥാനാർത്ഥിയെ തന്നെ പിന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആരാണ് വോട്ട് ചെയ്യാൻ വരിക? അപ്പം അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ്. അത് ശരിയായ നടപടിയല്ല. ഇത് BJP RSSൻ്റെ അജണ്ടയാണ്. ആ അജണ്ട തൃശ്ശൂരിൽ നടപ്പിലാവില്ല, അതിൽ യാതൊരു സംശയം. ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിസ്സംഗതയ്ക്കെതിരെ ഇന്നലെ ഇടതുപക്ഷം ഒരു സമരമുറ ആവിഷ്കരിക്കുകയുണ്ടായി. അതുപോലെ ഏതെങ്കിലും സമരമുറയ്ക്ക് UDF തയ്യാറാവുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ആ ഇൻസ്റ്റന്റിൽ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വാടാനപ്പള്ളിയിൽ ഞങ്ങളല്ലേ അവിടെ ത്രൂ ഔട്ട് രാവിലെ 10 മണി മുതൽ ഞങ്ങൾ വൈകിട്ട് 5 മണി വരെ ഇരുന്നത്. ഞങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ മുഴുവൻ വലിയ ഇടപെടൽ UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
ചുരുക്കത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയണം, തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഞങ്ങൾക്ക് വലിയ ഊർജമാണ്, ആത്മവിശ്വാസമാണ്. അത് കൈമുതലാക്കിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ വലിയ അച്ചിട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു ഫലം ഞങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. വൻ അട്ടിമറി വിജയം തൃശ്ശൂർ ജില്ലയിലുണ്ടാകും. അട്ടിമറി വിജയം UDF കൈവരിക്കാനാകുമെന്നാണ് DCC അധ്യക്ഷൻ നമ്മോട് പറയുന്നത്. തൃശ്ശൂർ DCCയിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യന്ത്രത്തകരാർ മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ 4 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കി. 39-ാം നമ്പർ നായരങ്ങാടി ബൂത്തിൽ 1 മണിക്കൂറും കൊരട്ടി പോളിടെക്നിക് കോളേജിലെ 203-ാം ബൂത്തിലുമാണ് യന്ത്രത്തകരാർ ഉണ്ടായത്. വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 66-ാം നമ്പർ ബൂത്തിൽ അരമണിക്കൂർ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി. വേലൂർ തയ്യൂർ സ്കൂളിലെ 192-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 40 മിനിറ്റോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. കുന്നംകുളം കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ C ബ്ലോക്കിലുള്ള 34-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ബഥനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 101-ാം നമ്പർ ബൂത്തിലെ വോട്ടെടുപ്പ് യന്ത്രം തകരാറിലായി. അക്കിക്കാവ് ആൽത്തറ സ്കൂളിലെ 49-ാം നമ്പർ ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ചേർപ്പ് വെങ്ങിണിശ്ശേരിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പ്രവാസിയായ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. വെങ്ങിണിശ്ശേരി സ്വദേശി തേറാട്ടിൽ വീട്ടിൽ 52 വയസ്സുള്ള രാജു ജോർജാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രാജു ജോർജിന്റെ സുഹൃത്തും അയൽവാസിയുമായ പുത്തൂർ വീട്ടിൽ പ്രിന്റോ ഫ്രാൻസിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട രാജു ജോർജിന്റെ വെങ്ങിണിശ്ശേരിയിലെ വീട്ടിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത്. ദുബായിലെ കമ്പനിയിൽ ഇലക്ട്രീഷ്യൻ ജീവനക്കാരനായിരുന്നു രാജു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദുബായിൽ നിന്ന് വെങ്ങിണിശ്ശേരിയിലെ വീട്ടിലെത്തിയത്. 2 ആഴ്ചത്തെ അവധി കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കെയാണ് ദാരുണമായ കൊലപാതകം നടന്നത്. രാജുവിന്റെ വീടിന് പുറകിൽ ക്ലോക്ക് നിർമ്മാണത്തിനായുള്ള ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്. രാജുവും പ്രതിയും അയൽവാസിയുമായ സുഹൃത്ത് പുത്തൂർ വീട്ടിൽ പ്രിന്റോ ഫ്രാൻസിസും മറ്റ് 4 സുഹൃത്തുക്കളും ഒന്നിച്ച് മദ്യപിക്കുകയായിരുന്നു. മദ്യലഹരിക്കിടെ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘട്ടനത്തിൽ കലാശിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ജമാഅത്തെ ഇസ്ലാമി പാലക്കാടിനെ ഭീകരവാദികളുടെ ഹബ്ബാക്കി മാറ്റുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ മണലിത്തറ ജനകീയ വിദ്യാലയം ബൂത്ത് നമ്പർ 73-ൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ തണലിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇതിന് കുടപിടിക്കുന്നു. ഇത്തരം മാധ്യമങ്ങൾ തന്നെ നിരന്തരം വേട്ടയാടുകയാണ്. ഇതിന് പിന്നിൽ ഷാഫി പറമ്പിൽ എംപിയാണ്. KC വേണുഗോപാലിന്റെ അനുഗ്രഹവും ഇതിനുണ്ട്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത പ്രധാന പരിപാടികൾ പോലും ചില മാധ്യമങ്ങൾ കാണുന്നില്ല. ഇത് അങ്ങേയറ്റം ആപൽക്കരമായ പ്രവണതയാണ്. താൻ വോട്ടർക്ക് പണം നൽകിയെന്നാണ് പുതിയ ആരോപണം. ഇതിന് രേഖയും തെളിവുമില്ല. എന്നിട്ടും വേട്ടയാടൽ തുടരുകയാണ്. പാലക്കാട് കോൺഗ്രസ് നഗരസഭാ കൗൺസിലർ ക്രൂരമായി പീഡിപ്പിച്ച ദളിത് പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും നിശ്ചയമില്ല. ഇതൊന്നും പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾക്ക് നേരവുമില്ലെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. പാലക്കാട് തനിക്ക് വ്യക്തമായ ഡീലുണ്ട്. അത് ഇടതു വലത് മുന്നണികളെ തകർത്ത് വികസന വിപ്ലവം സൃഷ്ടിക്കുക എന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു. എവിടെയാണ് പെൺകുട്ടി? അവളെ കൊന്നോ? ദളിത് പെൺകുട്ടി എവിടെ? അവൾ മരിച്ചോ? അവളെ ഏതെങ്കിലും നാട്ടിലേക്ക് നാട് കടത്തിയോ? അതോ ഷാഫി പറമ്പലിന്റെയും പ്രശോഭിന്റെയും അതുപോലെ തന്നെ ഈ ഗുണ്ട ക്രിമിനൽ സംഘത്തിന്റെ തീർച്ചയായിട്ടും അറിയാം. ഇങ്ങനെയുള്ള ഒരു കോക്കസ് ആണ് ഇത് പ്രവർത്തിച്ചത്. ഷാഫി പറമ്പിന്റെ കൂടെയുള്ളവനാണല്ലോ ഞാൻ അവൻ ആംഗ്യം കാണിക്കുന്ന ഫോട്ടോ അത് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. കൂടുതൽ അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ തണലിലാണ് പാലക്കാട് ഷാഫി പറമ്പിൽ ഈ സ്ത്രീ പീഡനത്തിനും ഈ അഴിമതിക്കും ക്രിമിനൽ വൽക്കരണത്തിനും നേതൃത്വം നൽകുന്നത്. പ്രക്ഷോഭന്റെ ഇന്നത്തെ വോയിസ് ഉണ്ട്, ഒന്ന് സംപ്രേഷണം ചെയ്യണം. അല്ല, നിങ്ങൾ എന്താ ഈ വോയിസ് പുറത്തിറക്കാത്തത്? നിങ്ങൾക്ക് എന്താ ഷാഫി പറമ്പിലിനോട് ഇത്ര പറയാം? അല്ല, ഇതെന്താ ഇതൊന്ന് കേൾപ്പിക്കോ? എറണാകുളത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു പരാതി എന്നൊക്കെ പറഞ്ഞത് അതൊരു വല്ലാത്ത തെറ്റിദ്ധരിപ്പിക്കലായി പോയില്ലേ? ഇലക്ഷന്റെ തലേദിവസം അങ്ങനെ ഒരു കൃത്യമായ ഒരു തെളിവൊന്നുമില്ലാതെ BJP ഇത്തവണ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഗുരുവായൂരിലും തൃശൂരിലും നല്ല വിജയസാധ്യത ഉണ്ടെന്നും ഗുരുവായൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ MTIയിൽ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും.
താൻ ഗുരുവായൂരിൽ ഉയർത്തിയ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്ര കണ്ട് വിജയിച്ചു എന്നത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം മനസ്സിലാകും. ഗുരുവായൂരിന്റെ വികസനമാണ് താൻ ഉയർത്തിയത്. ഏതെങ്കിലും കാരണവശാൽ താൻ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത 5 വർഷവും ഗുരുവായൂരിൽ പ്രവർത്തിക്കുമെന്നും കഴിഞ്ഞ 50 വർഷമായി ഗുരുവായൂരിന് വികസനമില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മുസ്ലിം ലീഗിൽ ചേർന്ന ഞരളത്ത് ഹരിഗോവിന്ദിനെതിരെയും ഗോപാലകൃഷ്ണൻ രൂക്ഷമായ വിമർശനം ഉയർത്തി. സോപാന സംഗീതം ക്ഷേത്രങ്ങളിൽ പാടാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നും ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. നല്ല സാധ്യതകളാണ് തീർച്ചയായിട്ടും. ഗുരുവായൂരിലും അതുപോലെ ഇപ്പം എൻ്റെ മണ്ഡലമാണ് തൃശ്ശൂർ. ഞാനിപ്പം ഈ 2 മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഗുരുവായൂരിലെ സാധ്യത വളരെ ഏറെയാണ്. തീർച്ചയായിട്ടും വിജയിക്കും. അതുപോലെ തന്നെ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള ഈ തൃശ്ശൂർ മണ്ഡലം ഞാൻ അന്വേഷിച്ചിടത്തോളം വളരെ കൂടുതൽ സാധ്യതയുണ്ട്. BJP ഈ പ്രാവശ്യം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP കേരളത്തിൽ മാറും. കേരള രാഷ്ട്രീയത്തിൻ്റെ ഇനിയുള്ള ദിശകൾ ഇത്രയും കാലത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ദിശ, ആ ദിശ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലുണ്ടാവും. പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റർ കീറിയതിന് 3 മാധ്യമ പ്രവർത്തകർക്ക് എതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ജോബി ജോർജിന്റെ പരാതിയിലാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്തത്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ ബൂത്തിലെ ജനലിൽ പതിച്ചിരുന്ന പോസ്റ്ററാണ് കീറിയത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്ന ദൃശ്യം പകർത്താനെത്തിയതായിരുന്നു മാധ്യമപ്രവർത്തകർ. സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറിയതോടെ പുറത്ത് മാധ്യമപ്രവർത്തകർ തിരക്കുകൂട്ടുകയായിരുന്നു. ഇതിനിടെയാണ് ജനലിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ കീറി ചില മാധ്യമപ്രവർത്തകർ ദൃശ്യം പകർത്തിയത്. പോളിംഗ് ബൂത്തിനകത്തെ ദൃശ്യങ്ങൾ പുറത്തേക്ക് കാണാതിരിക്കുന്നതിനാണ് പോസ്റ്റർ ഒട്ടിച്ചിരുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. പെരിഞ്ഞനത്ത് വോട്ട് ചെയ്ത് പടിയിറങ്ങുന്നതിനിടെ വീണ് സ്ത്രീക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി തറയപ്പുറത്ത് ആനന്ദന്റെ ഭാര്യ രേഖയ്ക്കാണ് പരിക്കേറ്റത്. പെരിഞ്ഞനം വെസ്റ്റ് LP സ്കൂളിലാണ് സംഭവം. കൈക്ക് പരിക്കേറ്റ രേഖയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശ്രീനാരായണപുരത്ത് പോളിംഗ് ബൂത്തിലെ സീലിംഗ് ഫാൻ നിലംപതിച്ചു. ആർക്കും പരിക്കില്ല. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 117 ബൂത്തിലാണ് സംഭവം. പോളിംഗ് പുരോഗമിക്കുന്നതിനിടെ മുറിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാൻ നിലംപതിക്കുകയായിരുന്നു. വാണിയമ്പാറ EKMUP സ്കൂളിലെ 37 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ആൾ കുഴഞ്ഞു വീണു മരിച്ചു. കൊമ്പഴ രാമഞ്ചിറ സ്വദേശി 63 വയസ്സുള്ള വിനോദാണ് മരിച്ചത്. വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ വിനോദിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. പോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ വീൽചെയറിൽ ഇരുത്തുന്ന സമയത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരും വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ഇരിഞ്ഞാലക്കുടയിൽ വോട്ട് രേഖപ്പെടുത്തി. ഇരിഞ്ഞാലക്കുട ഗേൾസ് സ്കൂളിലെ 113 ബൂത്തിലാണ് ടൊവിനോ തോമസ് വോട്ട് രേഖപ്പെടുത്തിയത്. ചെറുപ്പക്കാരും പ്രായമായവരും കൂടി കലർന്ന ഭരണസമിതിയാണ് നല്ലതെന്ന് ടൊവിനോ തോമസ് പറഞ്ഞു. ഇപ്പോൾ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ടൊവിനോ തോമസ് അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സംവിധായകൻ കമൽ പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ തിരുവള്ളൂർ LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ താരം ഇടവേള ബാബു ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് മായന്നൂർ VLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രചരണ കോലാഹലങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആർക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ജനമനസ്സുകളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും അതുതന്നെയാണ് സമ്മതിദായക അവകാശമായി പ്രതിഫലിക്കുക എന്നും സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. 56 വയസ്സിൽ കന്നിവോട്ട് ചെയ്ത് എരുമപ്പെട്ടി സ്വദേശി നിഷാർ. പ്രവാസിയായ എരുമപ്പെട്ടി പാമ്പ്ര വീട്ടിൽ നിഷാർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 159 ബൂത്തിലാണ് തന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. 20ാമത്തെ വയസ്സിൽ കുവൈറ്റിൽ ജോലി തേടിപ്പോയ നിഷാറിന് ഒരു തെരഞ്ഞെടുപ്പിലും നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിലെത്തിയ നിഷാർ അക്ഷയ വഴിയാണ് വോട്ട് ചേർത്തത്.
കന്നിവോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും നിഷാർ പറഞ്ഞു. സന്തോഷം, ഒരു ഇതും തോന്നി. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിൻ്റെ ഒരു അഭിമാനം എനിക്കിപ്പോഴായത്. കാരണം ഇതുവരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വോട്ട് രേഖപ്പെടുത്തിയത്. ആ സന്തോഷമുണ്ട്. വലിയ പരിഭ്രമം തോന്നി. അല്ല, അവിടെ വലിയ ഒരു എങ്ങനെയാണ് അതിന് കുത്തുണ്ടെന്ന് ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. വേളൂക്കര ഐക്കരക്കുന്നിൽ സംഘർഷം. BJP ബൂത്ത് പ്രസിഡന്റ് നടവരമ്പ് കളത്തേരി വീട്ടിൽ സുരേഷിനെ വയറ്റിൽ കുത്തേറ്റു. പരിക്കേറ്റ സുരേഷിനെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പാർട്ടി പ്രവർത്തകർക്ക് ഭക്ഷണമൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഓഫീസിൽ എത്തിയ സുരേഷിനെ നിരവധി കേസുകളിലെ പ്രതിയായ സലോഷ് എന്നയാൾ കത്തികൊണ്ട് കുത്തുകയായിരുന്നുവെന്ന് സുരേഷിന്റെ ബന്ധു മണികണ്ഠൻ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി സലോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിപരമായ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. കന്നിവോട്ട് രേഖപ്പെടുത്താൻ കല്യാണ പന്തലിൽ നിന്ന് വധു പോളിംഗ് ബൂത്തിലേക്കെത്തി. കടപ്പുറം വട്ടേക്കാട് ചേർക്കര പടുവിങ്ങൽ ഹൈദ്രോസ്കോയ തങ്ങൾ മകൾ ഫഹ്മിദ ബീവിയാണ് തന്റെ കന്നിവോട്ട് വിനിയോഗിക്കാൻ പിതാവുമായി വട്ടേക്കാട് 197 ബൂത്തിൽ എത്തിയത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളുടെ അങ്കണത്തിലുള്ള ശില്പങ്ങളെ കാണാമറയത്താക്കി. തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളായ ആനയ്ക്കും ചക്കയ്ക്കുമാണ് തെരഞ്ഞെടുപ്പ് ദിവസം കാണാമറയത്ത് കഴിയേണ്ടി വന്നത്. പുതുക്കാട് മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനായ കോടാലി GLP സ്കൂൾ അങ്കണത്തിൽ തല ഉയർത്തി നിന്നിരുന്ന കോടാലി കൊമ്പൻ എന്ന ഗജശില്പം തെരഞ്ഞെടുപ്പിന് തലേന്ന് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞുകെട്ടി. ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആനയായതുകൊണ്ടാണ് കോടാലിക്കൊമ്പൻ കാണാമറയത്തായത്. ചാലക്കുടി മണ്ഡലത്തിൽ ഉൾപ്പെട്ട കൊടകര GLP സ്കൂളിൽ സിമന്റിൽ നിർമ്മിച്ചിട്ടുള്ള പ്ലാവിലെ ചക്കകളുടെ ശില്പത്തിനും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ബാധകമായി. ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ചക്കയായതിനാൽ പോളിംഗ് ഉദ്യോഗസ്ഥർ സിമന്റ് പ്ലാവിലെ 2 ചക്ക ശില്പങ്ങളും ചുവന്ന തുണി കൊണ്ട് മൂടിക്കെട്ടി. വിവാഹ പന്തലിൽ നിന്നും നേരിട്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി നവവധു. ഇരിഞ്ഞാലക്കുട പുല്ലൂർ മുല്ലക്കാട് സ്വദേശി കരപ്പറമ്പിൽ ജോസിന്റെ മകൾ സജിനയാണ് വിവാഹശേഷം തുറവൻകാട് ഊക്കൻ മെമ്മോറിയൽ സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി മാത്യുവിന്റെ മകൻ ടെലിവിഷൻ താരം ഡേവിസുമായാണ് വിവാഹം. കത്തീഡ്രൽ ദേവാലയത്തിലാണ് വിവാഹം നടന്നത്. സജിനയുടെ ബന്ധുക്കളും സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും തന്റെ പോളിംഗ് ബൂത്തിലെത്തി ആദ്യത്തെ വോട്ടറായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്ന ഒരാളെ പരിചയപ്പെടാം. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് സ്വദേശിനി പാട്ടക്കാരൻ വീട്ടിൽ ശാരദയാണ് ഈ 1ാം സ്ഥാനക്കാരി. വോട്ടവകാശം ലഭിച്ച കാലം മുതൽ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ശാരദയാണ് കടമ്പോട് ALP സ്കൂളിലെ ബൂത്തിൽ
ഒന്നാമത്തെയാളായി വോട്ട് ചെയ്യുന്നത്. സ്കൂളിന് തൊട്ടടുത്താണ് 58-കാരിയായ ശാരദയുടെ താമസം. ക്ഷീരകർഷകയായ ശാരദ ഇതുവരെ തന്റെ വോട്ടവകാശം പാഴാക്കിയിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ആദ്യം വോട്ട് ചെയ്യണമെന്നത് ശാരദയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് തുടങ്ങുന്നതിന് 1-2 മണിക്കൂർ മുമ്പേ ശാരദ ബൂത്തിലെത്തും. ഇത്തവണയും തന്റെ 1ാം സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെ സ്കൂളിലെത്തിയെന്ന് ശാരദ പറയുന്നു. ഏറ്റവും മുന്നേ ഞാൻ വോട്ട് ചെയ്തേ. എനിക്കിത് ആഗ്രഹം വോട്ട് ചെയ്യാനുള്ളത്. ഇനിയും ഞാൻ അങ്ങനെ വോട്ട് ചെയ്യും. വോട്ടവകാശം കിട്ടിയ കാലം തൊട്ട് ഞാൻ വോട്ട് ചെയ്യും. മുന്നേ ഞാൻ വോട്ട് ചെയ്യുന്നേ. ഞാൻ 5 മണിക്ക് വന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇത് വോട്ട് ചെയ്യണമെന്ന്. വോട്ടവകാശം വിലപ്പെട്ടതാണെന്നും അത് പാഴാക്കാൻ പാടില്ലെന്നുമുള്ള ഉറച്ച ബോധ്യം ശാരദയ്ക്കുണ്ട്. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം വരും കാല തെരഞ്ഞെടുപ്പുകളിലും ഈ സ്പെഷ്യൽ 1ാം സ്ഥാനം നിലനിർത്തണമെന്നാണ് ശാരദയുടെ ആഗ്രഹം. TCV കൊടകര. ജനങ്ങളുടെ പ്രതികരണങ്ങളും മികച്ച പോളിംഗും പുതുക്കാട് മണ്ഡലത്തെ UDF-നോട് ചേർന്ന് നിൽക്കാനുള്ളതാണെന്ന് KM ബാബുരാജ്. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 151-ാം നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20 വർഷമായി മണ്ഡലത്തിൽ തുടരുന്ന LDF ഭരണത്തിനെതിരെയാകും ഇത്തവണത്തെ വിധിയെന്നും ബാബുരാജ് പറഞ്ഞു. ഈ പ്രാവശ്യം കഴിഞ്ഞ 20 കൊല്ലക്കാലമായിട്ട് LDF ജനപ്രതിനിധികളായിരുന്നു. അത് ഇപ്പോൾ UDF-ൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ വലിയ സന്തോഷത്തോടെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല ഒരു പോളിംഗ് ഉണ്ടാവും. അതിൽ UDF-ന് ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. പുതുക്കാട് മണ്ഡലത്തിലെ മലയോര മേഖലയായ മറ്റത്തൂരിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. ചിലയിടങ്ങളിൽ യന്ത്ര തകരാർ മൂലം വോട്ടെടുപ്പ് തുടങ്ങാൻ താമസം നേരിട്ടെങ്കിലും അരമണിക്കൂറെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. കോടാലി GLP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ അരമണിക്കൂറോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വെള്ളിക്കുളങ്ങര വനമേഖലയിലെ ആദിവാസി വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഇത്തവണ ഉന്നതിയിൽ തന്നെ ഒരുക്കിയിരുന്നു. ശാസ്താംപൂവം ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിലാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരുന്നത്. കാരിക്കടവ് മലയൻ ഉന്നതി, ശാസ്താംപൂവം കാടർ ഉന്നതി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആദിവാസി വോട്ടർമാർ വോട്ടുകൾ രേഖപ്പെടുത്തി. കേരളത്തിലും കുന്നംകുളത്തും UDF വിജയിക്കുമെന്നും കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണം അവസാനിക്കുമെന്നും സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ബൂത്തുകൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളത്തും UDF വിജയിക്കും, ഒരു സംശയമില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ദുർഭരണം, പിന്നെ ഈ കുന്നംകുളത്ത് ആൾക്കാർക്കൊരു മടുപ്പ് വന്നിരിക്കും. ഇവിടെ വികസനത്തിന്റെ പേര് പറഞ്ഞ കാര്യമായ വികസനമൊന്നും ഇല്ലാത്ത, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ ജനം വിധി എഴുതുന്നുള്ളതാണ് ഞങ്ങളുടെ. അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് പ്രശ്നം, അവിടുത്തെ ഒട്ടനവധി പേര് ആത്മഹത്യ ചെയ്തു, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ഇതൊക്കെ കുന്നംകുളത്തൊക്കെ ചർച്ചയാണ്. മൊത്തം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തില് ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഈ കുട്ടികളിലടക്കം വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ രാസലഹരി വീട്ടിലെത്തുന്ന ഒരു കാലമായി മാറിയിരിക്കും. അപ്പൊ അമ്മമാരും ഉമ്മമാരും അമ്മച്ചിമാരും എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു ഈ ദുർഭരണം അവസാനിപ്പിക്കും. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ ഇന്നുവരെ ഒരു വോട്ട് പോലും മുടക്കാത്തയാളാണ് 101-കാരനായ കൃഷ്ണൻ. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ തന്റെ പൗരാവകാശം വിനിയോഗിക്കാൻ കൃഷ്ണൻ പോളിംഗ് ബൂത്തിലെത്തി. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച് ജനാധിപത്യത്തിന്റെ വലിയൊരു സന്ദേശം പകരുകയാണ് ഗുരുവായൂർ സ്വദേശി വലിയപുരയ്ക്കൽ കൃഷ്ണൻ. 85 വയസ്സ് കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നുവെങ്കിലും ബൂത്തിലെത്തി വോട്ട് ചെയ്യണമെന്ന തന്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. പോളിംഗ് ബൂത്തിലെത്തിയാൽ എല്ലാവരെയും കാണാമല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. സഹകരണ വകുപ്പിൽ നിന്നും വിരമിച്ച മകൻ ജയരാജനും മരുമകൾ ഗിരിജയും മുൻ കൗൺസിലർ KP ഉദയനും അദ്ദേഹത്തിന് കൂട്ടായി എത്തി. രാഷ്ട്രീയമായ വലിയൊരു പാരമ്പര്യവും കൃഷ്ണനുണ്ട്. പഴയ മലബാറിൽ കോൺഗ്രസ് പൊന്നാനി താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പാവറട്ടിയിൽ ജവഹർലാൽ നെഹ്റു എത്തിയപ്പോൾ ആ യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ മധുര സ്മരണകളും പങ്കുവച്ചു. 1925 മാർച്ച് 27-നാണ് പാവറട്ടി മരുതിയൂർ വലിയപുരയ്ക്കൽ കോരപ്പാക്കുട്ടിയുടെ മകനായി
കൃഷ്ണൻ ജനിച്ചത്. ഇത്രയും കാലം പിന്നിട്ടിട്ടും ജനാധിപത്യത്തോടുള്ള തന്റെ കടമ നിറവേറ്റുന്നതിൽ അദ്ദേഹം കാണിച്ച ആവേശം പുതുതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. TCV, ഗുരുവായൂർ. പുതുക്കാട് മണ്ഡലത്തിൽ NDA സഖ്യം മികച്ച വിജയം നേടുമെന്ന് NDA സ്ഥാനാർത്ഥി A. നാഗേഷ്. പുലക്കാട്ടുകര ഹോളി ഫാമിലി LP സ്കൂളിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100% നല്ല ആത്മവിശ്വാസവും നല്ല സന്തോഷവും എല്ലാ മേഖലയിലും നല്ല പ്രതികരണമാണ്. 100% ഈ തവണ ഇവിടെ ഞാൻ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട. പൊതുവെ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ നല്ല മുന്നേറ്റം നടത്തും. തൃശ്ശൂർ ജില്ലയിൽ 5-ൽ കുറയാത്ത MLA-മാരുണ്ടാകും എന്നാണ് പ്രതീക്ഷ. എന്തായാലും പുതുക്കാട് മണ്ഡലം അതിൽ 1-ാം നമ്പറായിട്ടുണ്ടാകും. വളരെ സജീവമായിട്ട് എല്ലാ മേഖലയിലും രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ സജീവമാണ്. എല്ലാ ബൂത്തുകളിലും പാർട്ടി പ്രവർത്തകന്മാർ അകത്തും പുറത്തും വളരെ സജീവമായി ഫീൽഡിലും രംഗത്തുണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ കാറളം പഞ്ചായത്ത് 34-ാം ബൂത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ ബൂത്ത് കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാകയെ അപമാനിച്ച് മേശവിരിയായി ഉപയോഗിച്ചതായി പരാതി. LDF കാറളം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പരാതി ഉന്നയിച്ചത്. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷു പൂര മഹോത്സവത്തിന് കൊടിയേറി. സമാജം മേൽശാന്തി സിജിത്ത് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവ ദിവസമായ 15-ന് രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, നവകം, തുടർന്ന് ശിവേലി, കലശാഭിഷേകം എന്നിവ നടക്കും. വൈകിട്ട് 6:30-ന് ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. മേളക്കേസരി കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ 100 വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന മേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. ശ്രീനാരായണ ഗുപ്ത സമാജം ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്, ട്രഷറർ വേണുഗോപാലൻ ചേർത്തേടത്ത്, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, സെക്രട്ടറി രതീഷ് കൂനത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനാധിപത്യത്തിന്റെ ഉത്സവമായി മാറി വോട്ടെടുപ്പ്. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെടുപ്പിനിടെ ജില്ലയിൽ പലയിടത്തും തർക്കം. കണിമംഗലം ബോധാനന്ദ സ്കൂളിലെ ബൂത്തിൽ വിരലിൽ പ്ലാസ്റ്ററിട്ട യുവതിയെ വോട്ട് ചെയ്യിപ്പിക്കാത്തത് തർക്കത്തിനിടയാക്കി. വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപിച്ച് BJP പ്രതിഷേധിച്ചു. കണ്ടശാംകടവിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ കയ്യേറ്റം ചെയ്തതായി പരാതി. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കഴിഞ്ഞ തവണത്തെ വിജയം ജില്ലയിൽ ആവർത്തിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ജില്ലയിൽ UDF അട്ടിമറി വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പണിമുടക്കി വോട്ടിംഗ് യന്ത്രങ്ങൾ. യന്ത്രങ്ങൾ പാതിവഴിയിൽ നിലച്ചത് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ വലച്ചു. ചേർപ്പ് വെങ്ങിടിശ്ശേരിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ചു. സംഭവത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ സുഹൃത്ത് അറസ്റ്റിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.